നമ്മളിൽ പലരും നരുട്ടോ എന്ന് പറയുന്ന സീരീസ് കണ്ട ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മാങ്ക വായിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. മസാഷി കിഷിമോട്ടോ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ നരുട്ടോ ആനിമി നമ്മുടെ ഇതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ പരമാവധി നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്നാലേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇമോഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പരമാവധി എല്ലാ എപ്പിസോഡും കവർ ചെയ്ത് എന്നാൽ ഷോർട്ട് ചെയ്ത് എല്ലാ കണ്ടൻറ്റും ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കഴിയാവുന്നൊരു മാക്സിമം കാണാൻ ശ്രമിക്കുക, അല്ലാത്തവർക്ക് എക്സ്പ്ലനേഷൻ കാണേണ്ടതാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് നൈൻറ്റെയിൽ ഫോക്സ് നമ്മുടെ ഹിഡൻ ലീഫിനെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരൊറ്റ ഷിനോബിയാണ് ഈ നൈൻറ്റെയിൽ ഫോക്സിനെ സീൽ ചെയ്തത്. അതൊരു മനുഷ്യ ശരീരത്തിനുള്ളിലാണ് സീൽ ചെയ്തിട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഷിനോബി അന്നത്തെ 4th ഹൊക്കാഗെയായിരുന്നു. അന്ന് ഒരുപാട് നിഞ്ചാസിൻ്റെ ജീവനും എല്ലാം പോയ ദിവസമാണ് നൈൻറ്റെയിൽ ഫോക്സ് ഇറങ്ങിയ ആ ദിവസം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കഥയിൽ ഹീറോ ആയിട്ടുള്ള നരുട്ടോനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ അവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഓരോ ഹൊക്കാഗെമാർ സ്റ്റോൺ ഫേസ് ഉണ്ട്. ആദ്യത്തെ ഹൊക്കാഗെ തൊട്ട് 4ാമത്തെ ഹൊക്കാഗെമാർ വരെ ഉള്ള ഹൊക്കാഗെമാരുടെ സ്റ്റാറ്റ്യൂസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാറ്റ്യൂസിലൊക്കെ ഇവനാണെങ്കിൽ പോയിട്ട് പെയിൻ്റ് അടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിഞ്ചാസ് നോക്കുന്നുണ്ടെങ്കിലും ഇവൻ അവിടെ ഒളിച്ചിരുന്ന് തിന്നി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പരാതികളെല്ലാം അപ്പോഴത്തെ 3rd ഹൊക്കാഗെ ആയിട്ടുള്ള ഹിറൂസൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഇങ്ങനെ നറൂട്ടോ ഓൾറെഡി ഇങ്ങനെ പെയിൻ്റൊക്കെ ഇതാക്കി അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഹിറൂസൻ പറയുന്നത്, നിങ്ങൾ ഇന്നും നറൂട്ടോയുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്, കേട്ട് മടുത്തു എന്നുള്ള രീതിയിലാണ് ഹിറൂസൻ പറയുന്നത്. അപ്പോൾ അതേ സമയം തന്നെ അവൻ്റെ സെൻസെ, അവൻ്റെ ടീച്ചറാണെങ്കിൽ അവനെ പിടിക്കും. ഹിറൂക്ക സെൻസെ എന്നാണ് ഇങ്ങേരെ പേര്. ഇങ്ങേരാണെങ്കിൽ പിടിച്ചതിന് ശേഷം ചോദിക്കും, നീ ഈ സമയത്ത് ക്ലാസ്സിലിരിക്കേണ്ട നീ എന്താ ഇവിടെ ചെയ്യുന്നത്, അതുകൊണ്ട് നേരെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ അവനെ തൂക്കിയെടുത്തുകൊണ്ട് ക്ലാസ്സിൽ പോകും. ക്ലാസ്സിൽ പോയതിന് ശേഷമാണ് പറയുന്നത്, നീ ഓൾറെഡി ഒരുപാട് കാര്യങ്ങളിൽ ഫെയിലായിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെയാണ് നീ നടക്കാൻ ഉദ്ദേശമെങ്കിൽ ഇത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ പറയും. അതുപോലെ തന്നെ ഇവൻ ഈ ക്ലാസ്സിൽ നിന്ന് ചാടിയതിനെ പ്രമാണിച്ച് എല്ലാവരും ഇന്ന് ട്രാൻസ്ഫോർമേഷൻ ജുറ്റ്സു ചെയ്യണം എന്ന് പറയണം. അപ്പോൾ ഇവൻ കാരണം എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രാൻസ്ഫോർമേഷൻ ജുറ്റ്സു ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവൻ മാത്രം അത് സെക്സി ജുറ്റ്സു ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ പണിഷ്മെൻ്റായിട്ട് അവൻ്റെ അടുത്ത് ആ സ്റ്റോൺ ഫേസ് ഫുള്ള് ക്ലീനാക്കാൻ വേണ്ടി പറയും. അപ്പോൾ അത് ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ സെൻസ് ഇറൂക്ക സെൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തായാലും ഇത് പെട്ടെന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ നിന്നെ വേഗം വീട്ടിൽ വിടാം എന്ന് പറയുമ്പോൾ നരുട്ടോ പറയുന്നത്, എന്നെ വീട്ടിലാരും കാത്തിരിക്കുകയല്ല, എനിക്ക് വേഗം പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ അവൻ്റെ സെൻസെ പറയും, നീ വേഗം ക്ലീനാക്കുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് റാമൻ വാങ്ങിച്ചു തരാം എന്ന് പറയും. അതുകൊണ്ട് തന്നെ അത് വേഗം ക്ലീനാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് സെൻസെ പറയുന്നത്, നീ എന്തിനാണ് ഈ ഹൊക്കാഗമാരെ സ്റ്റോൺ ഫേസിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെക്കുന്നത്, നിനക്കറിയാമല്ലോ അവർ എത്രത്തോളം വലിയ ആൾക്കാരായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കറിയാം, ഇവരെല്ലാവരും അന്നത്തെ നിഞ്ചാസിലെ ഏറ്റവും വലിയ ആൾക്കാരല്ലേ, അവരല്ലേ ഹൊക്കാഗമാരായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിൽ 4ാമത്തെ ഹൊക്കാഗയല്ലേ ഈ ഗ്രാമത്തിനെ രക്ഷിച്ചത്, ആ നൈൻറ്റെയിൽസിൽ നിന്ന് രക്ഷിച്ചത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നത്, ഞാനും അതേപോലെ ഒരു ഹൊക്കാഗയാവും, എന്നാലേ എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ എല്ലാവരും എന്നെ ഒരു പുച്ഛഭാവത്തോടു കൂടിയാണ് നോക്കുന്നത്, അതെനിക്ക് മാറണം എന്നുള്ള രീതിയിൽ ഇവനും പറയും. അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ട്, ഗ്രാജുവേഷൻ ഡേ അന്നായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും ഇന്ന് ഗനീനാവാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഗനീൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആദ്യം സ്റ്റുഡൻസായിട്ട് നിഞ്ചാസായിട്ട് പഠിച്ച് കയറുന്ന സ്റ്റുഡൻസിനെ നേരെ തന്നെ അവർ സെലക്ട് ചെയ്യുന്നതാണ് ഗനീനായിട്ട്. അടുത്ത നിഞ്ച പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് ഗനീനായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരുടെ അടുത്തും ഒരു ടെസ്റ്റ് വയ്ക്കുന്നുണ്ട്. അത് ഷാഡോ ക്ലോൺ ജുറ്റ്സു ആണ് ചെയ്യാൻ പറയുന്നത്. നമ്മുടെ നരുട്ടോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത ജുറ്റ്സും അതേപോലെ അവന് ഏറ്റവും കൂടുതൽ വീക്കായിട്ടുള്ള ജുറ്റ്സും അതാണ്. അപ്പോൾ അവനാണെങ്കിൽ ആ ടെസ്റ്റിൽ ഒരു ക്ലോണിനെ ഉണ്ടാക്കും. ആ ക്ലോണാണെങ്കിൽ ആ ചത്ത ശവത്തെ പോലെ കിടക്കുന്നുണ്ട്. അങ്ങനെ അവന് 3 ചാൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ അവൻ ഫെയിലായി പോവാണ്. അപ്പോൾ അവൻ്റെ സെൻസയുടെ കൂടെ ഇരിക്കുന്ന മിസൂക്കി സെൻസെ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനുണ്ട്. പുള്ളി പറയുന്നുണ്ട്, ഇവനെന്തായാലും പാസ്സാക്കി വിട്ടൂടെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് നല്ല ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഇറൂക്ക ആണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെ ഇവനെ പാസ്സാക്കി വിട്ടാൽ പറ്റത്തില്ല, എല്ലാ സ്റ്റുഡൻസും 3 ക്ലോണിനെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് മിനിമം, ഇവന് ആ ഒരെണ്ണം ഉണ്ടാക്കി തന്നെ ചത്ത ശവം പോലെ, ഇവനിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവൻ ഫെയിലാണ് എന്നുള്ള രീതി പറയുന്നത്. അപ്പോൾ അവൻ ഗ്രാജുവേഷനിൽ ഫെയിലായിട്ടുണ്ട്. അവൻ മാത്രമേ ഫെയിലായിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് അവന് വിഷമാവും. അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരാണെങ്കിൽ കുറേ അടക്കം പറയുന്ന പോലെ പറയുന്നുണ്ട്, ഇവനൊന്നും നിഞ്ച ആവാൻ പാടില്ല, ഇവനൊന്നും നിഞ്ച ആയിക്കഴിഞ്ഞാൽ ഈ നാടിന് തന്നെ ദോഷം എന്നുള്ള രീതിയിൽ നരുട്ടോനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയമാണ് അങ്ങോട്ടേക്ക് മിസൂക്കി സെൻസെ വരുന്നത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്തായാലും ഇറൂക്ക സെൻസെ നിന്നെ നല്ല സ്ട്രോങ്ങറായി കാണാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങനെ ഫെയിലാക്കിയത്. പുള്ളിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റും, എന്തായാലും നിനക്ക് വേണ്ടിയിട്ട് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് മിസൂക്കി പറയുന്നത്, അവിടെ ഒരു സ്ക്രോൾ ഓഫ് സീലിംഗ് ഉണ്ട്, അതിൽ എല്ലാ ജുറ്റ്സും ഉണ്ട്. അപ്പോൾ അതിൽ ഷാഡോ ക്ലോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും.
അപ്പോൾ അത് മാസ്റ്റർ ചെയ്യാൻ നിനക്ക് പറ്റും. അപ്പോൾ ആ സീലിംഗ് നീ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ട് നീ അത് പ്രാക്ടീസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറയണം. അപ്പോൾ ഇവൻ ഇതും വിശ്വസിച്ചിട്ട് മിസൂക്കി ഇവനെ സഹായിക്കാൻ ശ്രമിക്കുകയാണല്ലോ എന്ന് വെച്ചിട്ട് ഇവനാണെങ്കിൽ ആ സ്ക്രോൾ ഓഫ് സീലിംഗ് ആണെങ്കിൽ ഇവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോഴാണ് ഇറൂക്കയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അവനൊരു കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് അവൻ്റെ അമ്മയും അച്ഛനും ആ നയൻ ടൈൽസിനെ തടുക്കാൻ വേണ്ടി പോയപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവന് നറൂട്ടോനെ കാണുമ്പോഴും ഇവൻ്റെ പഴയ പാസ്റ്റും കാര്യങ്ങളും ഓർമ്മ വരുന്നത്. അങ്ങനെ നറൂട്ടോ സീലിംഗ് മോഷ്ടിച്ച് ഇറങ്ങിയിട്ട് ഇറൂക്ക ആണെങ്കിൽ ഇവനെ തപ്പി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നറൂട്ടോനെ കണ്ടുപിടിക്കും. അതിനുശേഷം പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് മിസൂക്കി സെൻസെയാണ് പറഞ്ഞത് ഇതുപോലെ ഈ സ്ക്രോള് ഓഫ് സീലിംഗ് മോഷ്ടിച്ചാൽ മതി, എനിക്ക് എന്ത് വേണമെങ്കിലും പഠിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് മോഷ്ടിച്ചത്, എന്നിട്ട് ഇവിടെ വരാനാണ് പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പോഴാണ് ഇറൂക്ക ആലോചിക്കുന്നത്, മിസൂക്കിയാണോ ഇങ്ങനെ പറഞ്ഞത്? മിസൂക്കി അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ക്രോൾ ഓഫ് സീലിംഗ് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിന് തന്നെ നശിപ്പിക്കാനുള്ള എല്ലാ യുദ്ധവും അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നോക്കി ഇവൻ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവ എടുത്തത്. അപ്പോൾ നറൂട്ടോ എടുത്തു. അപ്പോൾ അവൻ്റെ തലയിൽ ഇത് വെച്ച് കൊടുക്കാമല്ലോ, അവിടെയുള്ള ആൾക്കാർക്കാർക്കും ഇഷ്ടമില്ലല്ലോ അവനെ. അതുകൊണ്ട് അവൻ്റെ മണ്ടയിൽ ഈ പ്രശ്നങ്ങൾ വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് മിസൂക്കി ഇവനെ കൊണ്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇറൂക്കയും മിസൂക്കിയും തമ്മിൽ ഇതിൻ്റെ ഇടയിൽ ഫൈറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മിസൂക്കി പറയുന്നുണ്ട്, നീയാണ് ആ നയൻ ടൈൽ ഫോക്സിൻ്റെ വെസൽ, അതുപോലെ നിൻ്റെ ശരീരത്തിനുള്ളിൽ നയൻ ടൈൽ ഫോക്സ് ഉണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും നിൻ്റെ അടുത്ത് മിണ്ടാനും നിന്നോട് സംസാരിക്കാനും അതുപോലെ ആർക്കും നിന്നെ ഇഷ്ടമില്ലാണ്ടിടാവുന്നത്. അതൊക്കെ ഒരു കോയിൻസിഡൻസ് ആയി നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, നിന്നോട് അങ്ങനെ മനഃപൂർവ്വം കാണിക്കുന്നത്. നിൻ്റെ ശരീരത്തിനുള്ളിലാണ് നയൻ ടൈൽ ഫോക്സ് ഉള്ളത് എന്ന് പറയണം. അപ്പോൾ ഇത് കേട്ട് നറൂട്ടോ ആകെ ഷോക്കാവും. അവ അവിടെ നിന്ന് പേടിച്ച് ഓടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ വെച്ചിട്ടാണെങ്കിൽ ആ മിസൂക്കിയും ഇറൂക്കയും തമ്മിൽ നല്ല ഫൈറ്റ് ആവുന്നുണ്ട്. ഇറൂക്കയാണെങ്കിൽ നറൂട്ടോയുടെ രീതിയിൽ ട്രാൻസ്ഫോമായി മാറുന്നുണ്ട്. മിസൂക്കി ആണെങ്കിൽ ഇറൂക്കയുടെ രീതിയിൽ ട്രാൻസ്ഫോമായി മാറുന്നുണ്ട്. അപ്പോൾ അവസാനം ഇവർ ഫൈറ്റ് ചെയ്ത് ഇവർ മരിക്കാനുള്ള സിറ്റുവേഷനിൽ, ഇറൂക്ക മരിക്കാനുള്ള സിറ്റുവേഷനിൽ നിൽക്കും. അപ്പോൾ ഇറൂക്ക പറയുന്നുണ്ട്, എന്തായാലും നറൂട്ടോ നീ ഉദ്ദേശിക്കും പോലെയല്ല, അവൻ നല്ലൊരു വ്യക്തിയാണ്, അതുപോലെ തന്നെ അവൻ ഹൊക്കാഗെ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ നടക്കുകയും ചെയ്യും എന്നുള്ള രീതിയിൽ പറയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ട് അവന് മോട്ടിവേഷൻ ആവും. അങ്ങനെ അവൻ അവൻ്റെ സെൻസേനെ രക്ഷിക്കാൻ വേണ്ടി ചാടും. അങ്ങനെ ഇവനാണെങ്കിൽ മൾട്ടി ഷാഡോ ക്ലോൺ ജുറ്റ്സു എന്ന് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്യും. കാരണം 1000ഓളം ഷാഡോ ക്ലോൺസിനെ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആദ്യം ഇറൂക്ക കാണുമ്പോൾ ഇത് ജസ്റ്റ് ക്ലോൺ അല്ല എന്നാണ് അവൻ വിചാരിക്കുക. പക്ഷേ അത് യഥാർത്ഥ ക്ലോണാണെന്ന് തിരിച്ചറിയുമ്പോൾ അവനും ഞെട്ടും. അങ്ങനെ മിസൂക്കീനെ അവിടെ അടിച്ച് ബോധം കെടുത്തിയിടും. അപ്പോൾ അങ്ങനെ ഇവൻ ഒരു ക്ലോണിന് പകരം 1000 ക്ലോൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഇറൂക്കയാണെങ്കിൽ ഇവനെ ഗെനീനായിട്ട് ആ ഹെഡ് ബാൻഡ് കൊടുക്കും. ഇവൻ്റെ ആഗ്രഹമായിരുന്നു ആ ഹെഡ് ബാൻഡ് വേണം എന്നുള്ളത്. അത് അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇറൂക്കയുടെ മൈൻഡിൽ പറയുന്നുണ്ട്, നിനക്ക് ഇനി തൊട്ട് ഇവിടുന്ന് തൊട്ട് റെസ്റ്റ് ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും, നീ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ദിവസങ്ങളായിരിക്കും, നീ അതിനു വേണ്ടി പ്രയത്നിക്കണം എന്നുള്ള രീതിയിൽ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ ഹിറൂസൻ കാണുന്നുണ്ട്. ഹിറൂസൻ ഏതോ ഒരു ബോളിനകത്ത് കാണുന്ന രീതിയിൽ, പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അതിനുശേഷം അവിടെയുള്ള നിഞ്ചാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നറൂട്ടോ ആ സീൽ ഓഫ് സ്ക്രോളിംഗ് കൊണ്ട് ഇങ്ങോട്ട് വരും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്.